എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാവണമെന്ന് നിശ്ചയിക്കുന്നത് അത് നമ്മുടെ മനസ്സാണ്, അല്ലേ? നമ്മുടെ മനസ്സും ആ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ വളരെ സുരക്ഷിതമായും വൃത്തിയായും കൊണ്ടു നടക്കേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ചെറിയ മിസ്റ്റേക്സ് മതി ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കുവാനും, ജീവിതത്തിന്റെ താളം തെറ്റുവാനും, ജീവിതത്തിൽ പരാജയപ്പെടാനും. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ചരിത്രം എഴുതി പിടിപ്പിക്കുന്നതിൽ നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ നിങ്ങളോട് പറയാനുള്ളതും ഓർമ്മപ്പെടുത്താനുള്ളതും, ഈ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനസ്സാണെന്ന് പറയേണ്ടി വരും. നിമിഷ നേരം കൊണ്ട് ഈ ലോകം മുഴുവൻ ചുറ്റിയിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാനാവും നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും. അത്രയ്ക്കേറെ വേഗതയുണ്ട്. ഈ ലോകത്തിൽ മറ്റൊന്നിനും മനസ്സിനേക്കാൾ വേഗതയില്ല എന്നുള്ളതാണ്. ഈ വേഗത തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ പ്രതിസന്ധിയും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അനിയന്ത്രിതമായ ചിന്തകളാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അനിയന്ത്രിതമായിട്ട് കടന്നു വരുമ്പോൾ വലിയ സമ്മർദ്ദങ്ങളിലേക്ക് മനസ്സ് കടന്നു പോകും. ഈ വേഗതയെ നിയന്ത്രിക്കാൻ നമുക്കാവില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിന്റെ വേഗതയെ നിയന്ത്രിക്കുക എന്നുള്ളതല്ല, അതിലപ്പുറം അതിന് മികച്ച രീതിയിൽ ബാലൻസ് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം. കൊറോണയൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇന്നലെ വരെ നമ്മൾ ചെയ്തിരുന്ന ഒരു ജോലി ഇന്ന് നമുക്ക് നഷ്ടമാകുന്നു എന്ന് കരുതുക. ഒരു വീടിന്റെ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ ആ വീട്ടിലേക്ക് കടന്നു വരുന്ന സാമ്പത്തികമായ സ്രോതസ്സായിരിക്കും. ഒരു ദിവസം അത് നിലച്ചു പോയി കഴിഞ്ഞാൽ ജീവിതത്തിന്റെയും ആ കുടുംബത്തിന്റെയും താളം മൊത്തം തെറ്റിപ്പോകും. കുട്ടികളുടെ കാര്യം, ആ കുടുംബത്തിന്റെ കാര്യം, പിന്നെ കടങ്ങള്, ബാധ്യതകള്, മറ്റുത്തരവാദിത്തങ്ങള് എല്ലാം താളം തെറ്റും. ജീവിതം കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലേക്ക് വരെ അത് എത്തിപ്പെട്ടേക്കാം. ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ ചെറുതൊന്നും ആയിരിക്കില്ല, കുറച്ചൊന്നുമായിരിക്കില്ല. ഒരുപാട് ചിന്തകൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും, അല്ലേ? ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും, അതായത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ചിന്തിക്കുന്നോറും അതിനേക്കാൾ ശക്തമായിട്ട് അനാവശ്യ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുന്നുകൂടാൻ തുടങ്ങും. ഈ പ്രതിസന്ധി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ വേഗതയെ, മനസ്സിന്റെ ചിന്തകളുടെ ഈ വേഗതയെ നിയന്ത്രിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ പോലും മനസ്സിലാക്കുന്നതിനെ, കൺട്രോൾ ചെയ്യുന്നതിനേക്ക് മുമ്പേ നൂറുകണക്കിന് ചിന്തകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് നിറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരുപാട് ചിന്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരുപാട് ചിന്തകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചത് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താനാവുക? അത് കണ്ടെത്താനാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന, നമുക്ക് പ്രതീക്ഷയും സന്തോഷവും ആത്മവിശ്വാസവും നൽകുന്ന ചിന്തകൾ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലുള്ളത്, അത് കണ്ടെത്തിയിട്ട് അതിനെ ചേർത്ത് പിടിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള വഴി. അനാവശ്യമായിട്ടുള്ള നൂറുകണക്കിന് ചിന്തകളും ആവശ്യമുള്ള കുറച്ച് ചിന്തകളുമാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ഈ കുറച്ച് നല്ല ചിന്തകളെയാണ് നമ്മൾ തെരഞ്ഞു പിടിച്ചെടുത്ത് ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ പഠിക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ ചിന്തകളുടെ, മികച്ച ചിന്തകളുടെ തൂവാല കൊണ്ട് മനസ്സ് എല്ലായ്പ്പോഴും വൃത്തിയായിട്ട് സംരക്ഷിക്കുവാൻ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിൽ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആ ടേബിളിൽ 2 തുണികളുണ്ട്. ഒന്ന് നല്ല വൃത്തിയുള്ള തുണികളാണ്, മറ്റൊന്ന് കുറച്ച് അഴുക്കൊക്കെ പിടിച്ച തുണിയാണ്. നിങ്ങൾ ഏത് തുണി എടുത്തിട്ടാണ് അത് ക്ലീൻ ചെയ്യുക? ഏത് തുണി എടുത്താലും ഏതാണോ എടുക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ് അവിടെ ഉണ്ടാവുക, അല്ലേ? അതിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഉണ്ടാവുക. നിങ്ങൾ മോശം തുണി എടുത്തിട്ട് ആ ടേബിളൊക്കെ കംപ്ലീറ്റ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തുണിയിലെ അഴുക്ക് കൂടി ടേബിളിലാവും, അല്ലേ? എന്നാൽ നല്ല തുണി എടുത്തിട്ട് നമ്മൾ ആ ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാലോ, ടേബിളിലെ അഴുക്കൊക്കെ ആ നല്ല തുണിയിൽ പറ്റിപ്പിടിക്കുകയും ടേബിൾ നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കും. നല്ലതും ചീത്തയും ഒക്കെ കുത്തി നിറഞ്ഞു കിടക്കുകയായിരിക്കും. ഇവിടെ മികച്ച ചിന്തകൾ കൊണ്ട്
നമ്മുടെ മനസ്സിലുള്ള അഴുക്കുകളെയൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. മികച്ച ചിന്തകളുടെ തൂവാല കൊണ്ട് നമ്മുടെ മനസ്സിൽ അഴുക്കൊക്കെ ഒന്ന് തുടച്ചു നിൽക്കുക. മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതെടുത്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനെ റിമൂവ് ചെയ്യാനൊന്നും കഴിയില്ല, എപ്പോഴും ഉണ്ടാകും. ചിന്തകളുടെ പ്രശ്നം അതാണ്. മോശമായ ചിന്തകളും നമ്മൾ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. പക്ഷെ അതെടുത്ത് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മനസ്സിന്റെ ചിന്തകളുടെ വേഗതയെ നമുക്കൊരിക്കലും നിയന്ത്രിക്കാനാവില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണോ അതിൽ നല്ലത് തിരഞ്ഞെടുത്ത് മോശമായതിനെ ഉപയോഗിക്കാതെ അവിടെ തന്നെ മൂലക്കിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓർമ്മകളൊക്കെ അങ്ങനെയല്ലേ? ഓർമ്മകൾ ഒരിക്കലും മായ്ക്കാനാവില്ല നമ്മുടെ ജീവിതത്തിൽ. അത് സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എന്ത് വേണം? സങ്കടങ്ങളുടെ ഓർമ്മകളെ നമ്മളെടുത്ത് പുറത്തിടരുത്. അത് ബോധപൂർവം നമ്മളെടുത്ത് ഉപയോഗിക്കാൻ നിൽക്കരുത്. അപ്പൊ മനസ്സ് അസ്വസ്ഥമാവും, മനസ്സ് മലിനമാവും, മനസ്സ് കലുഷിതമാകും എന്നുള്ളതാണ്. എടുത്തുപയോഗിക്കാതിരിക്കുക. ആവശ്യമില്ലാത്തതൊന്നും ജീവിതത്തിൽ നമ്മൾ എടുത്തുപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുത്തുപയോഗിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തെ കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവും. നമ്മുടെ ജീവിതത്തിന്റെ മികച്ച ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്ന, നമുക്ക് പ്രതീക്ഷ നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ചിന്തകളാണ് മികച്ച ചിന്തകൾ. ഈ ചിന്തകളെ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക മാത്രമല്ല, എപ്പോഴും അത് എടുത്തുപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. മോശമായ ചിന്തകളെ തിരിച്ചറിഞ്ഞ് അതിനെ അവിടെ തന്നെ ചങ്ങലക്കിട്ട് പൂട്ടിയിടുക. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനാണ്. മനസ്സ് ഒരിക്കലും മലിനമാക്കാതെ നമ്മൾ സംരക്ഷിക്കുക എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. മനസ്സ് അസ്വസ്ഥമായാൽ, മനസ്സ് അലങ്കോലമായി കഴിഞ്ഞാൽ താളം തെറ്റുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയാണ്. ജീവിതയാത്ര സുന്ദരമാകണമെങ്കിൽ ശാന്തമായ മനസ്സോടെ, സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങാനാവണം. മികച്ച ചിന്തകളെ മാത്രം കൂട്ടുപിടിക്കുക. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. മോശമായ ചിന്തകളൊക്കെ അവിടെ ചങ്ങലക്കിട്ട് നേരത്തെ പറഞ്ഞ പോലെ പൂട്ടിയിടുക. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. മറ്റൊരു വിഷയവുമായിട്ട്, നല്ലൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നന്ദി.